കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. റാന്നി APA മണ്ഡലം കമ്മിറ്റിയുടെ രക്ഷാധികാരിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് ഈ മുറ്റത്ത് കൺവെൻഷൻ പ്രാർത്ഥിച്ച ദൈവകരങ്ങളെ സമർപ്പിക്കാനും ഉദ്ഘാടനം ചെയ്യുവാനിടയായത്. റാന്നി മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ നന്ദിയും കർത്തദാസനെ അറിയിക്കുന്നു. തുടർന്ന് ദൈവവചന ചിന്തയ്ക്കായി നമ്മുടെ ശ്രദ്ധയെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയോടുകൂടെ സമർപ്പിക്കാം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ റാന്നി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് പാസ്റ്റർ സി. സാബു അവറുകൾ തുടർന്നുള്ള സമയം ദൈവവചന നമ്മോട് പങ്കുവയ്ക്കും. അതിനുവേണ്ടി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഇനി വേഗം പുനരാഗമിക്കുന്ന നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശേഷാൽ ഇന്ന് നടക്കുന്ന സുവിശേഷ മഹായോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയും പ്രത്യേകമുള്ള വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഓൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് അലയൻസ് റാന്നി മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 8 പഞ്ചായത്തുകളിൽ നടന്നു വരുന്ന സുവിശേഷ പ്രചരണ സന്ദേശ റാലി എല്ലാ തിങ്കളാഴ്ചകളിലും നടന്നു വരികയാണ്. എന്നാൽ മുറ്റത്ത് കൺവെൻഷൻ എന്നുള്ളതിൻ്റെ ആരംഭം കുറിക്കുന്ന ഈ രാത്രിയിൽ ശുശ്രൂഷ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം ജെയ്സൺ, ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ EP ജോസഫ്, രക്ഷാധികാരിയായ EP ജോസഫ് പാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. പാസ്റ്റർ ഷിജു പൊടിപ്പാറ, റോജിൻ, PS സക്കറിയ, നിതിൻ ടോം, അനുഗ്രഹിത കർത്തദാസന്മാർ, വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെഫി, ബേവിച്ചൻ, എബിൻസൺ, ശ്രുതിമധുരമായ ഗാനം ആലപിച്ച കർത്താവിൻ്റെ ദാസൻ ജോമോൻ, ഷീജ, വിവിധയിടങ്ങളിൽ കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ ദാസൻ ഷിജു പൊടിപ്പാറ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുവേശുള്ള സന്ധ്യ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വേഗത്തിൽ തിരുവചനത്തിൽ നിന്നും ചില ചിന്തകൾ പറഞ്ഞ് ഇരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി തിരുവഴുത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാം. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ബൈബിൾ തുറക്കുവാൻ വിനീതമായി അപേക്ഷിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 14-ാമത് വേദവാക്യം. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ തലകളും അടക്കി പ്രാർത്ഥനയ്ക്കായി നമ്മെ സൗകര്യം ഏൽപ്പിക്കാം. സ്വർഗമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലഭിച്ച തിരുവചനത്തിനായി സ്തോത്രം. ശ്രോതാക്കളെ തൃക്കങ്ങൾ ഏൽപ്പിക്കുന്നു. എന്ത് പറയുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു അതായി തീരുവാൻ ഇടവരത്തക്ക ക്രമത്തിൽ മാനിക്കും. പ്രാർത്ഥന ഘടനയിൽ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിരവധി സന്ദർഭങ്ങളിൽ ദൈവവചനം കേട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുൻപിൽ ശ്രോതാക്കളായി ഇരിക്കുന്നത്. ചെറിയ സമയം കൊണ്ട് ഒരു വലിയ കാര്യം പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാം വായിച്ചത് എല്ലാ വാഴ്ചകൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. നമുക്ക് ഈ രാജ്യം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അന്യനാട്ടിലെത്തിയാൽ 2 സുഹൃത്തുക്കൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന അതിപ്രധാനമായ 3 ചോദ്യമുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം ഇതായിരിക്കും: നിങ്ങളുടെ മാതൃ രാജ്യം ഏതാണ്? അടുത്ത ചോദ്യം നിങ്ങളുടെ മാതൃഭാഷ ഏതാണ് എന്നുള്ളതായിരിക്കും. മാതൃരാജ്യം ചോദിക്കുമ്പോൾ നാം പറയും ഇന്ത്യയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പിതൃരാജ്യം ചോദിക്കുന്നില്ല? അങ്ങനെ കൂടെ ചോദിക്കണ്ടേ? പിതൃഭാഷ ചോദിക്കുന്നില്ല? അങ്ങനെ കൂടെ ചോദിക്കണ്ടേ? അതിന് കാരണമുണ്ട്. ഭൂമിയിലെ പിതാവ് സത്യമല്ല, മാതാവ് സത്യമാണ്. എൻ്റെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് വിരൽ ചൂണ്ടി കൃത്യമായി അക്യുറേറ്റായിട്ട് പറയും, ഇതാണ് എൻ്റെ മാതാവ്.
എന്നാൽ എൻ്റെ അപ്പൻ ആരാണെന്നുള്ള ചോദ്യത്തിൽ 100% നെഞ്ചത്ത് കൈവയ്ക്കാൻ എനിക്ക് കഴിയാതെ പോകും. എൻ്റെ അമ്മ പറയുന്നത് ആരാണോ അതാണ് എൻ്റെ അപ്പൻ. ഒരുപക്ഷെ അങ്ങനെ അല്ലെങ്കിൽ കൂടെ ഞാൻ അപ്പ എന്ന് വിളിക്കേണ്ടി വരും, അപ്പൻ മകൻ എന്നും വിളിക്കേണ്ടി വരും. ആ വിളി അങ്ങനെ തുടരും. അതിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്നില്ല. അത് നിരീക്ഷിക്കപ്പെടേണ്ടതാണ്, തെളിയിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ അതങ്ങനെയാവാം, അങ്ങനെയല്ലാതാവാം. പെട്ടതള്ളയ്ക്ക് മാത്രം അറിയാവുന്നതാണ് എൻ്റെ പിതാവ് ആരാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പിതാവ് സത്യമല്ല, മാതാവ് സത്യമാണ്. അതുകൊണ്ടാണ് നാം ഇന്ത്യക്ക് വേണ്ടി ജയ് പറയുമ്പോൾ ഭാരത് മാതാ കി എന്ന് പറഞ്ഞേ ജയ്. അതിനൊട്ടും നെടുവീർപ്പെടേണ്ട. അത് പറയുമ്പോൾ ചോര തിളയ്ക്കണം. കാരണം ഈ ഭാരതം നമ്മൾ ജനിച്ചു വീണ മണ്ണാണ്. ഭാരത് മാതാ കി ജയ്. ഇത് നമ്മുടെ മാതൃരാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ പിതാവിന് രാജ്യമുണ്ടോ? ഉണ്ട്. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യേശു തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞ പ്രമേയം അതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. പിതാവേ, നിന്റെ രാജ്യം വരണമേ. പിതാവിൻ്റെ രാജ്യം വരണമേ. ഈ രാജ്യം അസത്യമാണ്, എന്നാൽ സത്യമുള്ളൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് പിതാവിൻ്റെ രാജ്യം എന്നാണ്. അങ്ങനാണെങ്കിൽ അതൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ ഒരു രാജാവുണ്ട്. അവിടെ ചില പ്രജകളുമുണ്ട്. അവിടുത്തെ രാജാവ് ആരാണ്? അവൻ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രമേയം. അവൻ അതാരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് രാജാവ്. ആ രാജാവ് തൻ്റെ രാജ്യം പിതാവിനെ ഏൽപ്പിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ തിരുപ്പറവിയിലെ ശ്രദ്ധേയമായ ചില ചോദ്യങ്ങൾ ഹേരോദാവ് ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദ്യം? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവരിവിടെ. ഇവിടെ ജനിച്ചവരെല്ലാം ജനിച്ച ശേഷമാണ് രാജാവൊക്കെ ആവുക. എന്നാൽ യേശു ജനിക്കും മുൻപ് രാജാവാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ സൂചിച്ചാട്ടെ. ജനിക്കും മുൻപ് അവൻ രാജാവാ. അവൻ കിങ് ഓഫ് കിങ് ആണ്, രാജാതി രാജാവാണ്. അവൻ പിറന്നത് രാജാവായിട്ടാണ്. രാജാവായിട്ടാണ് യേശു പറഞ്ഞതെങ്കിലും ജീവിച്ചത് രാജാവായിട്ടല്ല. യേശു ജനിച്ചത് രാജാവായിട്ടാണ്. നമുക്കറിയാം, വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് മരമുരി ഉടുത്ത് തോൽവാർ ധരിച്ച് ദീർഘകാലനായി ഒരുവൻ യോർദാൻ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു, സ്നാപകനായി നിൽക്കുന്നു. സ്നാനാർത്ഥിയായിട്ട് 100 കണക്കിന് ആളുകൾ നിൽക്കുകയാണ്. അതിൽ മിഡിലായി നിൽക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ദാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദാണ്ട വരുന്നു, ദാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കാലഘട്ടത്തിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ പ്രമേയമുണ്ട്. ആ പ്രമേയം ഇങ്ങനെയാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. യോഹന്നാന്റെ പ്രസംഗത്തിന്റെ രീതി ഇങ്ങനെയാണ്: സർപ്പസന്തതികളെ എന്ന് വിളിച്ചിട്ടാണ് പ്രസംഗം. ഇന്ന് എന്തൊക്കെ ഓമന പേര് ചൊല്ലി വിളിച്ചാലും ആളുകൾ നിൽക്കില്ല. എന്നാൽ യോഹന്നാന്റെ പരിപരുക്കൻ ജീവിതത്തിലെ ആശയം അർത്ഥഗംഭീരമായി കോടാലി മുറ്റത്തിന് ചുവട്ടിൽ വെച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരെ തലവെട്ടി. ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. ആരാധിക്കുന്നവന്റെ അതരം മുടക്കാൻ, സ്തുതിക്കുന്നവന്റെ വായ മുടക്കാൻ, ശുശ്രൂഷയ്ക്കെതിരെ, ശുശ്രൂഷകർക്കെതിരെ, ആരാധനയ്ക്കെതിരെ, ആരാധകർക്കെതിരെ തലവെട്ടുന്ന പുള്ളികൾ ഇന്നുമുണ്ട്. നീ ഒരു തലവെട്ടിയാൽ പ്രസംഗം തീരില്ല. അടുത്ത പ്രസംഗം അടുത്തയാൾ ഏറ്റെടുക്കും. യോഹന്നാന്റെ തല വെട്ടിയതുകൊണ്ട് പ്രസംഗം തീർന്നില്ല. അടുത്ത പ്രഭാഷണം യോഹന്നാൻ അപ്പോസ്തലനൊക്കെ തുടങ്ങി. നമുക്കറിയാം, ദൈവത്തിന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, യോഹന്നാൻ അപ്പോസ്തലനെ തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് വറുത്തു പുറത്തെടുക്കാനിട്ടു. നൃത്തം ചവിട്ടുന്ന പെൺകുട്ടികൾ വട്ടമിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ചെപ്പ് തുറന്നപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഫ്രഷായി പുറത്തു വന്ന യോഹന്നാനെയാണ് ലോകം കണ്ടത്.
അവിടെ കൊണ്ട് തീർന്നില്ല. യോഹന്നാനെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. ഏഷ്യ വരുന്ന പശ്ചിമ തീരത്തുനിന്ന് 25 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി നിൽക്കുന്ന 30 കിലോമീറ്റർ വിസ്തൃതിയായിരുന്നു പാറക്കെട്ടുകളാൽ നിപുണീകൃതമായ പത്മോസിന്റെ ഏകാന്ത ദ്വീപിൽ യോഹന്നാനെ വലിച്ചെറിഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, തീർന്നു ശുശ്രൂഷ, ഇവിടെ അവസാനിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്റെ ശുശ്രൂഷ തീർന്നെന്നും ഇവിടെ അവസാനിച്ചെന്നും എന്റെ യാത്ര തീർന്നു എന്നും പറഞ്ഞാൽ നിനക്ക് തെറ്റുപറ്റി. ഇന്ന് പകലിൽ പത്മോസിന്റെ ഏകാന്ത ദ്വീപിൽ കഴുകൻ കണ്ണുകളുമായി നോക്കി നിൽക്കുന്ന ദുഷ്ടമൃഗങ്ങളുടെ നടുവിൽ കൊത്തിപ്പറിക്കുന്ന പക്ഷികളുടെ മുൻപിൽ ചിതറി വിതറി പതറിക്കിടക്കുന്ന അസ്ഥികോലങ്ങളുടെ മുൻപിൽ നൂറുകണക്കിന് ഭക്തന്മാർ ചത്ത് അഴുകി പഴുത്ത് പുഴുത്ത് പുഴുക്കളൊക്കെ പിടിച്ച ചിതറി വിതറി കിടക്കുമ്പോഴും യോഹന്നാന്റെ ദർശനം നഷ്ടപ്പെടുത്താനോ യോഹന്നാനെ അവസാനിപ്പിക്കാനോ കഴിയില്ല. യോഹന്നാൻ നിരാശനായിരിക്കുമ്പോൾ യോഹന്നാൻ ഒരു ദർശനം കണ്ടു. എന്താ ദർശനമെന്ന് കേൾക്കണമോ? ഏറെ രാജമുടി ശിരസിൽ വഹിച്ച് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊന്നൽക്കുടം നടുവിൽ നിരിയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി ഉലിയിൽ ചുറ്റുപടിപ്പിച്ച വെള്ളൂർ സദൃശ്യമുള്ള കാലുള്ളവൻ കണക്തിയാലിക്കൊത്തവൻ പെരുവളത്തിന് ശബ്ദം മുഴങ്ങുന്ന അരിമുനാഥിൽ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, യോഹന്നാനെ ഭയപ്പെടേണ്ട, മരണത്തിന്റെ പാതാളത്തിലേക്ക് താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഞാൻ അടച്ചാൽ ആരും തുറക്കില്ല, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കില്ല. ഇത് പകൽക്കാലം പത്മോസ് പോലെ ഏകാന്ത ദ്വീപിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ തീർന്നു, അവസാനിച്ചു, ഇനി മുൻപോട്ടില്ലെന്ന് വിചാരിച്ചാൽ നിനക്ക് തെറ്റുപറ്റി. അവിടെ ഇറങ്ങി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ യേശുവിനെ കാണുന്നത് ഏറെ രാജമുടി ശിരസിൽ വഹിച്ചവനായിട്ടാണ്, അഥവാ രാജാവായിട്ടാണ് യോഹന്നാൻ യേശുവിനെ കാണുന്നത്. ദൈവനാമത്തിന് സ്തോത്രം. ദൈവത്തിന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, അങ്ങനെ പ്രസംഗിച്ച പ്രഭാഷകരുടെ എല്ലാം തലവെട്ടി അവസാനം യോഹന്നാൻ തടവിലായെന്ന് കണ്ടപ്പോൾ യേശു ഈ പ്രഭാഷണം തുടങ്ങി. യേശുവും പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാരും പ്രസംഗിക്കാൻ തുടങ്ങിയെങ്കിലും അവരുടെ കണ്ടനാളത്തിൽ കത്തിയിറക്കാൻ കരുതിക്കൂട്ടുന്ന കാപാലികരായിട്ടുള്ള ആളുകളുണ്ടെന്ന് നാം മറന്നു പോകരുത്. യേശു പ്രസംഗിക്കാൻ തുടങ്ങി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യത്തിന്റെ പ്രഭാഷണം തുടങ്ങിയ അന്ന് മുതൽ അവന് കെണിയും കണിയും വലയും വിരിയും കുഴിയും കുരുക്കും കുണ്ടും ഗർത്തങ്ങളും ഒക്കെ ദുഷ്ടനായവൻ ഒരുക്കി വെച്ചു. അതുകൊണ്ടൊന്നും പ്രഭാഷണം തീർന്നില്ല. യേശു തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പഠിപ്പിച്ചു, പിതാവിന്റെ രാജ്യം വരണമേ എന്ന്. ആ പ്രാർത്ഥന പ്രഭാഷണമായി മാറി. ആ പിതാവിന്റെ രാജ്യത്തുള്ള ബന്ധത്തിൽ പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. യേശു തന്റെ പ്രഭാഷണം തുടങ്ങി. പ്രഭാഷണത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ദൈവരാജ്യം സംബന്ധിയായിട്ടുള്ള വിഷയമായിരുന്നു. നമുക്കറിയാം, കാലങ്ങൾ ഈ ഭൂമിയിൽ യേശു ജീവിച്ചു. ബേത്ലഹേമിൽ ജനിച്ചു, നാസറേത്തിൽ വളർന്നു. ആ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും രാജാവായിട്ട് അവൻ ഇരുന്നില്ല എന്ന് നമുക്കറിയാം. അനാഥരുടെയും വിധവമാരുടെയും വൃദ്ധരുടെയും കുട്ടികളുടെയും ഒക്കെ ജീവിതത്തിൽ സന്തത സഹചാരിയായി, തണലായി, താങ്ങായി, തണുപ്പായി, ആശ്രയമായി, ആശ്വാസമായി യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. രാജാവായിട്ട് ഒരിക്കൽ പോലും യേശു ഈ ഭൂമിയിൽ കണ്ടില്ല. ബേത്ലഹേമിലെ വാസത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ കണ്ടില്ല. എന്നാൽ യേശുവിനെ കൊല്ലുവാൻ അവർ പറഞ്ഞിരുന്ന സബ്ജക്റ്റ് നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്നു എന്നുള്ളതായിരുന്നു. സ്തോത്രം. യേശു യഹൂദന്മാരുടെ രാജാവാണോ എന്ന് പറയുന്നത് ആ ചോദ്യം ചെയ്യാൻ പീലാത്തോസ് ചോദിച്ചു. ഇവരെല്ലാം പറയുന്നു, നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് നീ എന്ന് പറയുന്നു. ഉടനെ യേശു കർത്താവ് പറഞ്ഞു, ഓ ഞാനാകുന്നു, ഞാൻ യഹൂദന്മാരുടെ രാജാവാ. അന്ന് തീരുമാനിച്ചു ആ കഴുത്തു മറത്തു മാറ്റാൻ. അധികം താമസം വേണ്ടി വന്നില്ല. യഹൂദന്മാരടക്കമുള്ള ആളുകൾ യേശുവിൻ്റെ കൊലയ്ക്ക് വേണ്ടി വട്ടമിട്ട് പറക്കുന്ന പക്ഷിയെപ്പോലെ ഓടിയെടുത്തു പലവട്ടം. എന്നാൽ യേശുവിൻ്റെ സമയമായപ്പോൾ ദൈവത്തിനെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ഗോൽഗുത്തായുള്ള ബന്ധത്തിലും ഗബതയുള്ള ബന്ധത്തിലും ഗതസമനയിലുമൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഗതസമനയിലേക്ക് യേശു എത്തുകയാണ്. യേശുവിനറിയാം, ഞാനും കൊല്ലപ്പെടാൻ പോകുകയാണ്, ഞാനും കൊല്ലപ്പെടാൻ പോവുകയാണ്. യേശു ഗതസമനയിലെത്തി. യേശു ഗതസമനയിലെത്തിയപ്പോൾ അവിടെ 12 പേര്, യേശു ഉൾപ്പെടെ 13 പേരാണ് പോയത്. ഏറ്റവും അവസാനം 3 പേർ. അതിനുശേഷം യേശു വീണ്ടും മാറി നിൽക്കുന്നു. യേശു മാറി നിൽക്കുന്ന സമയത്ത് യൂദാ ഇസ്കരിയോത്ത് തീവെട്ടുകൾ തെളിയിച്ചു കൊണ്ടുവന്നു. അവർക്ക് വേണ്ടത് യേശുവിനെയായിരുന്നു. അടുത്ത രാജാവായി വരുവാൻ പോകുന്ന യേശുവിനെ ഇല്ലാതാക്കണമെന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം. അതിനുവേണ്ടി ശക്തരായ പടയാളികൾ പടവാളുമായി ആഞ്ഞു പാഞ്ഞെടുത്തു. യൂദാ ഓടി വന്നു, യേശുവിനെ ചുംബിച്ചു. യേശു ചോദിച്ചു, നീ എന്നെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നത്?
തെല്ലു നിമിഷം കഴിഞ്ഞു. നിങ്ങൾ തിരയുന്ന മശിഹ ഞാനാണെന്ന് പറഞ്ഞ് ഇടവകയുടെ മീതെ വലതുകയും യേശു വെച്ചു കൊടുത്തു. അല്പം നിമിഷം കഴിഞ്ഞു. പത്രോസ് ഉറക്കമായിരുന്നു. ഉറക്കമുണർന്നപ്പോൾ യേശു ബന്ധനത്തിലാണ് എന്ന് പത്രോസിന് മനസ്സിലായി. പത്രോസ് ഉറയിൽ കരുതിയ വാളെടുത്തിട്ട് മർക്കോസ് എന്ന് പറയുന്ന ശിഷ്യനെ വെട്ടി, കഴുത്തിനെ വെട്ടിയത്, കാതാണ് അറുത്തത്. നിലത്ത് പിടയുന്ന കാതിനെ കണ്ടുകൊണ്ട് യേശു കർത്താവ് ഇത്രയ്ക്കെന്നെ വിടിവീരെന്ന് പറഞ്ഞിട്ട് നിലത്ത് പിടയുന്ന കാതിനെ കാതോട് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് പത്രോസോട് യേശു പറഞ്ഞു, വാളിൻ്റെ ശുശ്രൂഷയല്ല ഇത്, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. വാൾ ഉറയിലിടുക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധം അടരാടുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, നിരായുധരായിട്ടാണ്. ഇവിടെ വാളുകൊണ്ടുള്ള യുദ്ധമല്ല, സ്നേഹം കൊണ്ടുള്ള യുദ്ധമാണ്. ദൈവത്തിന് വായിക്കുന്നു, തെല്ലു നിമിഷം കഴിഞ്ഞു. യേശു വീണ്ടും കൈ കൊടുത്തു. ആ കൈക്ക് വിലങ്ങ് വീണു. യേശുവിനെ വലിച്ചിഴച്ചുകൊണ്ട് പീലാത്തോസിന്റെ അരമനയിൽ വന്നു. നമുക്കറിയാം, ഒരു രാത്രിയിൽ 5 കോടതിയിൽ യേശുവിനെ വിസ്തരിച്ചു. അവസാനം യേശുവിനെ അടിച്ചു വിട്ടേക്കുവാൻ തീരുമാനിച്ചു. എന്നിട്ട് ഗബദ എന്ന് പറയുന്ന സ്ഥലത്ത് യേശുവിനെ കൊണ്ടാക്കുകയാണ്. പാറയിൽ വെട്ടിയ ഒരു ഗുഹയിൽ 4 or 5 പേർക്ക് മാത്രം നിൽക്കാവുന്ന പാകത്തിന് വിസ്താരമുള്ള സ്ഥലമായിരുന്നു ആ ഗുഹാമുഖം. ആ ഗുഹാമുഖത്തിലേക്ക് യേശുവിനെ കയറ്റി 4 or 5 പേർക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ യേശുവിനെ അവിടെ നിർത്തി. യേശുവിനെ പുറവസ്ത്രമെല്ലാം മാറ്റിയിട്ട് പാറയുടെ മുകളിലത്തെ പ്രതലത്തിൽ യേശുവിനെ 2 കൈയും ഇരുമ്പ് വളയത്തിൽ കൂട്ടിക്കെട്ടി, കാലുകൾ 2ഉം താഴത്തെ പാറയുടെ പ്രതലത്തിൽ കൂട്ടിക്കെട്ടുവാനായിട്ടിടയായി തോന്നു. എന്നിട്ട് തൊട്ട് മുൻപിൽ പാത്രത്തിൽ കുറെ വെള്ളമെടുത്തു. കുതിരയുടെ തോല് പലതായി കീറി കാരിരുമ്പാടി കാച്ചി പഠിപ്പിച്ച കാരിരുമ്പ് കൊണ്ട് മടഞ്ഞ ചൂണ്ടകൾ, അതിന്റെ പിന്നിൽ ഈയക്കട്ടയും എല്ലുകട്ടവും ഇരുമ്പും ആസ്തിക്കട്ടവും കെട്ടിയിട്ട ശേഷമായി ആ ചാട്ടവാർ വെള്ളത്തിൽ പതവരുത്തി. പിൻപിൽ നിന്ന് പടയാളി 1 എന്ന് പറയുമ്പോൾ ശക്തനായ പടയാളി ചാട്ടവാർ എടുത്ത് പുറകിലേക്ക് ആഞ്ഞ് മുൻപിലേക്ക് യേശുവിന്റെ പുറത്തെ മേലിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ കണ്ടത്തിൽ കാല് താടുന്നത് പോലെയും കൈക്കോടാലി കൊണ്ട് പച്ചമരത്തിൽ കൊത്തി ഇറക്കുന്ന പോലെയും ആ ചൂണ്ടകൾ അരുമനാഥന് പുറത്ത് ചൂഴ്ന്നിറങ്ങി. ശക്തനായ പടയാളി ആ ചാട്ടവാർ മുകൾ താഴേക്ക് വലിച്ചിറക്കുമ്പോൾ കണ്ടത്തിൽ വെള്ളം ഒഴുകുവാൻ ചാല് വെട്ടുന്നത് പോലെ ആ പുറം മുഴുവൻ ചാല് പോലെ കീറി പഴം തുടിപ്പിച്ച് ചിന്തുന്ന പോലെ പലവട്ടം അടി ചാട്ടിമുട്ടി ആ പാദച്ചൂടം ഹൃദയത്തോട് വൃണാവതനായ യേശുവിന്റെ കണ്ണകത്തോട്ട് കുഴിഞ്ഞു ആ വണ്ണക്കോട് വച്ചി രോഗശീലിച്ചവനായി യേശുവിനെ അവർ കാണുകയാണ്. ചുവന്നൊരു കുപ്പായം യേശുവിനെ ഇട്ടുകൊടുത്തു. തൊട്ട് പുറകിൽ മുൻപിലേക്ക് വന്നപ്പോൾ 80 കിലോ തൂക്കവും 9 അടി പൊക്കവുമുള്ള കാട്ടുവയൽ മരം കൂട്ടിക്കെട്ടി അരുമനാഥനെ പുറത്തേക്കിട്ടു. മുഖമടിച്ച് നിലത്ത് വീണ യേശു കർത്താവ് വീണ്ടും എഴുന്നേറ്റും കൊണ്ട് ഭാരമുള്ള ക്രൂശുമായി യെരൂശലേം തെരുവുകളിലൂടെ നടന്നു കടന്നു പോകുമ്പോൾ ഒരു പടയാളി ഓടി വന്ന് പറഞ്ഞ്, നീ ഇങ്ങനെ ആകാൻ കാരണം രാജാവായിട്ടല്ലേ, അതുകൊണ്ട് നിനക്ക് കിരീടം വേണമല്ലേ എന്ന് പറഞ്ഞിട്ട് ക്രൂസേനെ എന്ന് പറയുന്ന മാരകമായ വിഷമുള്ള ഇരുമ്പിനേക്കാൾ കാഠിന്യമുള്ള വിഷമുള്ളുകൊണ്ട് മെടഞ്ഞു കിരീടം യേശുവിന്റെ തലയിൽ മെടഞ്ഞു കൊടുത്തു. മറ്റൊരു പടയാളി ഓടി വന്ന്, നീ രാജാവല്ലേ, നിനക്ക് ചെങ്കോൽ വേണമെന്ന് പറഞ്ഞ് ഒരു ഇരുമ്പ് വടി വലത് കയ്യിൽ കൊടുത്തു. പുറത്തുനിന്ന് ഒഴുകുന്ന രക്തം വാർന്ന കാലിന്റെ വെള്ളയിൽ പതിഞ്ഞ് ക്രൂശമായി മുഖമടിച്ച് വീഴുമ്പോൾ ഈ സഹായത്തിന് കിട്ടിയ ഇരുമ്പ് വടി സഹായമായിരുന്നു. പക്ഷേ തെല്ലു നിമിഷം കഴിഞ്ഞപ്പോൾ അവർ ആ ഇരുമ്പ് വടി പിടിച്ച് മേടിച്ച് അരുമനാഥന്റെ തലയിൽ വെച്ച മുൾക്കിനെടുത്ത് ആഞ്ഞടിച്ചിറക്കി ഇടത് കൺവെള്ള ആ പാടപുറത്തേക്ക് ചാടി. ഗോൽഗുത്തായുടെ മലമുകളിൽ ക്രൂശിൽ യേശുവിനെ തള്ളിയിട്ടു. കൈകാൽ വലിച്ചു പിടിച്ച് 2.5 ഇഞ്ച് ആഴമുള്ള കാരിരിപ്പാണി ഒരേപോലെ പെരിയ ചുറ്റിക്കൊണ്ട് ആ പച്ചമാംസത്തിൽ അടിച്ചിറക്കി. മുഖത്തെ രോമങ്ങൾ ഞവട കൊണ്ട് പിഴുതു പറിച്ചു. പല്ലും താടിയലും വെളുക്ക കാണത്തക്ക വിരുവിയായി മാറി. യേശുവിന്റെ മുഖത്തെ കഫങ്ങൾ തുപ്പി നിറച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, 3 ക്രൂശ് ഗോൽഗുത്തായിൽ. അതിന്റെ നടുവിൽ യേശുവിനെയും ക്രൂശിച്ചു. ഇടത്തും വലത്തും 2 കള്ളന്മാർ. അതിലൊരു കള്ളൻ ഇങ്ങനെ പറയുകയാണ്. അവൻ പറഞ്ഞത്, യേശുവേ, നീ രാജാവാണെങ്കിൽ, നീ ഇസ്രായേലിന്റെ രാജാവാണെങ്കിൽ, നീ സ്വർഗത്തിൽ നിറങ്ങി വന്നവനാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിച്ചിട്ട് വേഗത്തിൽ ഇറങ്ങി വന്ന് എന്നെയും കൂടെ രക്ഷിക്കേ. നിങ്ങൾക്കറിയാമോ, പരിഹാസ സ്വരത്തിലാണ് ആ ക്രൂശിലെ കള്ളൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഇസ്രായേലിന്റെ രാജാവാണെങ്കിൽ
നീ നിന്നെ തന്നെ രക്ഷിക്കണം. രക്ഷിച്ചിട്ട് നീ ഇറങ്ങി വന്നിട്ട് നീ എന്നെയും കൂടെ രക്ഷിക്കണം. കേൾക്കണമോ? അടുത്ത ക്രൂശിലെ കള്ളൻ പറയുകയാണ്, നീ അങ്ങനെ പറയരുത്. നാം സമശിക്ഷാവധിയിൽ കഴിയുന്നു. നാം എല്ലാം തെറ്റ് ചെയ്തിട്ടാണ് കുറ്റം ശിക്ഷ അനുഭവിക്കുന്നത്. ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. വലിയ പാതാൽ നിവാസികളെ, യേശു കാൽവറിയിൽ മരിച്ചത്, പിടഞ്ഞത്, പ്രാണനെ വിടിഞ്ഞത് അവൻ ചെയ്ത പാപത്തിനല്ല, നീ ചെയ്ത പാപത്തിനാ. പുകച്ചു കളയാനുള്ള പുകക്കുഴലല്ല നിന്റെ മൂക്ക്, ചാരായം സൂക്ഷിക്കാനുള്ള ചവറയല്ല നിന്റെ വയറ്, മുറുക്കി തുപ്പാനുള്ള കോളാമ്പിയല്ല നിന്റെ വായ. ഈ ശരീരം ദൈവം നിർമ്മിച്ചതാണ്. നീ ചെയ്ത പാപത്തിനാണ് യേശു ആ ശിക്ഷയേറിയത്. ക്രൂശിലെ കള്ളൻ തിരിച്ചറിഞ്ഞ് പറയുകയാണ്, സ്തോത്രം. പറഞ്ഞത് ഇങ്ങനെയാണ്, നീ നിന്നെ തന്നെ രക്ഷിക്ക്. അടുത്ത ക്രൂശിലെ കള്ളൻ പറഞ്ഞത്, അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചു, അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവൻ പറയുകയാണ്, നിരാജത്വം പ്രാപിച്ച് മടങ്ങി വരും. താടിയെല്ലും പല്ലും വിളക്ക് കാണാവുന്ന പുറമൊഴിവുചാല പോലെ കയറിയ കുന്തം കൊണ്ട് വിലാപ്പുറം കൊത്തി താഴ്ത്തപ്പെട്ട തലയിൽ മുൾക്കിരീടം അടിക്കപ്പെട്ട് രക്തവും വെള്ളവും കണ്ണിലൂടെ ഒഴുകുന്ന പ്രാകൃതനായ ഈ യേശുവിനെ കണ്ടിട്ട് ഇവന് മനസ്സിലായി, ഈ ക്രൂശിൽ ഇവിടെ തീരില്ല. ഇവൻ കിങ് ഓഫ് കിങ് ആണ്, രാജാതി രാജാവാണ്. പാതാളത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. ഇവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, ഇവൻ സർവവ്യാപിയാണ്. ഇന്ന് പകൽ ശ്രദ്ധിക്കുക, ഈ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു അശക്തനല്ല. കേട്ടോ, നിനക്ക് വേണ്ടി അശക്തനായതാണ്, നിനക്ക് വേണ്ടി ബലഹീനനായതാണ്, നിനക്ക് വേണ്ടി അപ്രാപ്തനായതാണ്, നിനക്ക് വേണ്ടി ബലഹീനനായതാണ്. അവൻ ബലഹീനനാകാൻ കാരണം നിന്റെ ബലഹീനതയിൽ നിനക്ക് ശക്തി പകരുവാൻ വേണ്ടിയാ. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, അങ്ങനെ പ്രാകൃതനായി കിടക്കുന്ന, മുഖത്തുനിന്ന് കഫങ്ങൾ ഒഴുകുന്നു, താടിയെല്ലും പല്ലും വെളുക്ക കാണാം, തലയിൽ നിന്ന് രക്തം തലയോട്ടി പൊട്ടി കണ്ണും ഇടത് വെള്ളയും പുറത്തേക്ക് തള്ളി വിരുവമായിരിക്കുന്നു, അടിമുടി അടിയേറ്റിരിക്കുന്നു. ആ പ്രാകൃതനായ യേശുവിനെ കണ്ടിട്ട് ഇവൻ പറയുകയാ, നീ രാജത്വം പ്രാപിക്കും. ആ വെളിപ്പാട് എന്ത് വെളിപ്പാടാ? ഹലോ, ആ വെളിപ്പാട് എന്ത് വെളിപ്പാടാ? ആ വെളിപ്പാട് എന്ത് വെളിപ്പാടാ? അവൻ ക്രൂശിക്കപ്പെടും, തൊട്ടടുത്ത് മരിക്കും. എന്നാൽ ക്രൂശിലെ കള്ളൻ പറയുകയാണ്, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഇന്ന് പകലിൽ വല്യപതാൽ നിവാസികളോട്, കിഴക്കേമലുള്ള പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നേക്ക് 2024 വർഷത്തിനപ്പുറത്ത് ബേത്ലഹേമിൽ ജനിച്ച് നസ്രയത്തിൽ വളർന്ന് കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട യേശുക്രിസ്തു കാൽവറിയിൽ ക്രൂശിതനായി കിടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു പാവ യാഗ കുഞ്ഞാടായി അറുക്കപ്പെട്ടത്. ഇന്ന് പകൽ ശ്രദ്ധിക്കുക, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഈ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്? യേശു രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്ന് ബോധ്യമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കാൽവറിയിൽ തീരുന്നതല്ല, ക്രൂശിൽ അടക്കാനോ ഒതുക്കാനോ കഴിയുന്നതല്ല, അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് അതിൻ്റെ അപ്പുറത്തൊരു പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ എന്നറിയുമോ? കാൽവറിയിൽ മരിക്കുവാൻ വേണ്ടി, അവിടെ അടക്കപ്പെടാൻ വേണ്ടി, അവിടെ അവസാനിക്കുന്ന ഒരു യേശുവിനായിട്ടല്ല കാണുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, 3 ക്രൂശ് അവിടെയുണ്ട്, 3 ക്രൂശ് അവിടെയുണ്ട്. ആ 3 ക്രൂശ് യെരുശലേമിലുള്ള ബന്ധത്തിൽ ഒരു കാര്യം ബോധ്യമാണ്, അക്കാലഘട്ടങ്ങളിൽ യെരുശലേമിൽ ക്രൂശുമായി ആരെങ്കിലും നടന്നു കടന്നു പോയാൽ, കുരിശുമായി ആരെങ്കിലും നടന്നു കടന്നു പോയാൽ ഒരു കാര്യം കാണികൾ ഉറപ്പിക്കും. എന്താണ് ഉറപ്പിക്കുന്നറിയാമോ? അവരുടെ കുരിശിൽ അവർ തന്നെ അസ്തമിക്കും. വിശുദ്ധ ബൈബിൾ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ എന്നെ അനുഗമിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണമെന്നാണ്. എന്താണ് ബൈബിൾ പറയുന്നത്? ഒരുത്തൻ എന്നെ അനുഗമിച്ചാൽ, വല്യപതാലിൽ ഉള്ള പ്രിയപ്പെട്ടവരോട്, എൻ്റെ മുൻപിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് കൃത്യമായി ദൈവവചനത്തിൽ ക്രൂശ് സംബന്ധിയായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവത്തിന് വായിക്കുന്നു, ഒരുത്തൻ എന്നെ അനുഗമിച്ചാൽ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ക്രൂശുണ്ട്. ചിലരുടെ ക്രൂശ് ക്യാൻസറാണ്, ചിലരുടെ ക്രൂശ് അറ്റാക്കാണ്, ചിലരുടെ ക്രൂശ് ആക്സിഡന്റ് സ്പിരിറ്റ് ആണ്. പ്രശ്നം ഒരു കാര്യം, ആ കഷ്ടത ആ ഹാർട്ട് അറ്റാക്ക്, ആ രോഗം, ആ പ്രയാസം ഒരുപക്ഷെ ചികിത്സയിൽ മാറണമെന്നില്ല. അത് നിന്റെ മരണത്തോട് ചേർന്നേ വരികയുള്ളൂ. അതൊരു പക്ഷേ അങ്ങനെ വരണമെന്നില്ല. യേശുവിൻ്റെ ക്രൂശ് എടുക്കുവാൻ പറഞ്ഞത് തന്നെത്താൻ ത്യജിച്ച തൻ്റെ ക്രൂശ്, യേശുവിൻ്റെ ക്രൂശല്ല, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണമെന്നാണ്. 3 പേരും ക്രൂശ് എടുത്തു. ആ ക്രൂശ് ഇപ്പോൾ ഗോൽഗോഥയുടെ മലമുകളിൽ നിൽക്കുകയാണ്. 3 പേർക്കും ഒരു കാര്യം ഉറപ്പാ, ഇപ്പോൾ മരണം സംഭവിക്കും. ഇവിടെ ക്രൂശിലുള്ള ഒരാൾ പോലും മരിക്കാതിരിക്കില്ല, മരണം ഉറപ്പാണ്. യേശുമായിട്ട് 2 പേരും ഏറ്റവും അടുത്താണ്. രക്ഷ സമീപമാണ് 2 പേർക്കും. എന്നാൽ രക്ഷ സമീപമായിട്ട് പോലും, രക്ഷ അടുത്തായിട്ട് പോലും ഒറ്റ വാക്ക് പറഞ്ഞ് പൊട്ടിയൊന്ന് കരഞ്ഞ് വിതുമ്പി ഇടം വെച്ചൊന്ന് പൊട്ടിയാൽ അവനും പർദീസ നൽകുന്ന ഏറ്റവും അടുത്താണ് രക്ഷ. പക്ഷേ അവന്റെ മനോഭാവം അവനെ അനുവദിക്കുന്നില്ല, അവന്റെ ദുരഭിമാനം അവനെ അനുവദിക്കുന്നില്ല, അവന്റെ പണം, അവന്റെ സമ്പത്ത്, അവന്റെ ജാതി അവനെ അനുവദിക്കുന്നില്ല, അവന്റെ ഉദവി പദവി അവനെ അനുവദിക്കുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് പറയാം, നിങ്ങൾ തീരുമാനിക്കൂ. രക്ഷ നിങ്ങളുടെ അടുത്താണ്, സമീപത്താ. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. സമദൂരമായ 2 കള്ളന്മാർ കിടക്കുന്നത്, 3 പേരും ഇപ്പോൾ മരിക്കും, ഉറപ്പാണ്. 3 പേരും മരിക്കും. ക്രൂശ് എന്ന് പറയുന്നത് കഷ്ടതയാണ്, ക്രൂശ് എന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ ബൈബിൾ ഒരു വാക്യമുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്നു നമുക്ക് ദൈവ ശക്തിയുമാകുന്നു. ക്രൂശിന്റെ ഇടത്തും വലത്തും കിടക്കുന്ന 2 പേർ 2 പക്ഷമുള്ള ആളുകളാണ്. നരകുലത്തോളം ബന്ധത്തിൽ 2ആയി തിരിച്ചാൽ, ഒന്ന് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവ ശക്തിയുമാകുന്നു. ഇവൻ രക്ഷ ആവശ്യമാണ്, ഇവൻ വിടുതൽ ആവശ്യമാണ്. അവൻ പറയുകയാണ്, അതാ നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ബൈബിൾ എന്ത് പറയുന്നു എന്നറിയാമോ? യേശു കർത്താവ് ഇങ്ങനെ പറയുകയാണ്, കൂടെ ഇന്ന് നീ എന്നോട് കൂടെ പരദീസിൽ ഇരിക്കും. അപ്പോഴൊരു ചോദ്യം ചിലർക്കുണ്ടാവും, അപ്പോൾ സ്വർഗത്തിലെത്താൻ, പരദീസിലെത്താൻ സ്നാനപ്പെടേണ്ട ആവശ്യം ഉണ്ടോ? ക്രൂശിലെ കള്ളനെ പോലെ ഏറ്റവും അവസാനം അങ്ങനെ ഒന്ന് പറഞ്ഞാൽ പോരാ. എന്താ കാര്യം എന്നറിയാമോ? കാര്യം, ഈ ക്രൂശിലെ കള്ളൻ ദൈവസഭയിൽ അംഗവർത്തിയല്ല. ഈ ക്രൂശിലെ കള്ളൻ മണവാളന്റെ മണവാട്ടിയല്ല. ഈ ക്രൂശിലെ കള്ളൻ അവസാനത്തെ ആത്മാവാണ്. അഥവാ നീ ഇന്ന് എന്നോടുകൂടെ പർദീസിൽ ഇരിക്കുമെന്ന് പറയുന്ന പർദീസ അബ്രഹാമിന്റെ മടി എന്നുള്ള അർത്ഥത്തിലാണ്. അബ്രഹാമിന്റെ മടിയിൽ ലാസറെത്തിയതുപോലെ നീയുമെത്തും. പുതിയ വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മരിച്ചാൽ ആ പർദീസയിൽ പോകുന്നില്ല. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറയുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ നാമും തേജസ്സിൽ വെളിപ്പെടേണ്ടതാകുന്നു. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവത്തിനായി മരിച്ചാൽ പർദീസയിലല്ല എത്തുക, യാതന സ്ഥലത്തല്ല എത്തുക. ഓൺ ദ സ്പോട്ടിൽ ക്രിസ്തുവിൽ മറയുന്നു. ജീവനായ ക്രിസ്തു ഒരു ദിവസം വെളിപ്പെടും. അന്ന് അവനോടുകൂടെ നാമും തേജസ്സിൽ വെളിപ്പെടും. ഈ ക്രൂശിലെ കള്ളന്റെ ജീവൻ, ആത്മാവ് ക്രിസ്തുവിലല്ല മറന്നത്, അബ്രഹാമിന്റെ മടിയിലാണ്. അവൻ പർദീസയിലേക്ക് എത്തിയപ്പോൾ ആദാം തുടങ്ങി ക്രൂശിലെ കള്ളൻ വരെയുള്ളവരുടെ ആത്മാക്കളെ ഇരുഭുജങ്ങൾ എന്തി യാഗെന്ന ദൈവത്തിന് തിരുമുൽക്കാഴ്ചയായി വച്ചിട്ട് പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ നമുക്ക് ദാനമായി നൽകുകയാണ് ചെയ്തത്. എങ്കിലും ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ക്രൂശ് അവന് പർദീസ നൽകുകയാണ്. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? വിശ്വാസമുള്ള കരുണ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. അങ്ങനെ ഈ രാജാവിനെ അവർ കൊന്നുകളഞ്ഞു, ഈ രാജാവിനെ തകർത്തു. യേശു കർത്താവിന്റെ മരണത്തിന്റെ ഏറ്റവും പര്യവസാന നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ മേലെടുത്ത് യഹൂദന്മാരുടെ രാജാവെന്ന കുറ്റസംഗതി ക്രൂശിന്റെ മേലിൽ എഴുതണം. എന്താണ് എഴുതേണ്ടത്? എഴുതാൻ അവർ പറഞ്ഞത് എന്താണ്? ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു എന്ന് വേണം എഴുതാൻ. അങ്ങനെ
എഴുത്തുകാരൻ എഴുതി യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയപ്പോ ഇടം തീർന്നു, പിന്നെ ഇടം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു എന്ന് പറയാൻ ഇടം എന്തിയില്ല, കിട്ടിയില്ല. പീലാത്തോസ് പറഞ്ഞു അത് മായ്ക്കണം, മായിച്ചിട്ട് വേറൊന്ന് എഴുതണം. പീലാത്തോസ് പറഞ്ഞു ഞാൻ എഴുതിയത് തന്നെയാണ്. അങ്ങനെ ആ രാജാവിനെ അവർ കൊന്നു കളഞ്ഞു. ഏറ്റവും അവസാനം യേശു കർത്താവ് നോക്കി രക്ഷയ്ക്ക് പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പിതാവ് തന്റെ മുഖം മറക്കുന്ന യേശു കണ്ടു. ഏലി ഏലി ലമാ ശബക്താനി, എലോഹി എലോഹി ലമാ ശബക്താനി എന്ന് പറഞ്ഞ് തിരുത്തോളിൽ തലചായ്ച്ച് പ്രാണനെ വെടിഞ്ഞു. എന്താ സംഭവിച്ചത്? സൂര്യൻ കരിപ്പട പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, കൊടുങ്കാറ്റടി തത്തിപ്പടങ്ങൾ നിലത്തു വീഴുന്ന പോലെ നക്ഷത്രങ്ങൾ ആകാശം ഇളകി തുടങ്ങി, ഭൂമി കിടികിടക്കിടുങ്ങി കിറി പൊടിപട പൊട്ടി ഭക്തനെ പോലെ ചാഞ്ചാടി, പർവ്വതങ്ങൾ കുലുങ്ങി, പാറകൾ പിളർന്നു, വിശുദ്ധന്മാരുടെ കണ്ണിൽ തുറന്നു. എന്താ കാര്യം? മരിച്ചത് സാധ ഒരു രാജ്യത്തെ രാജാവല്ല, മൂലകവും സൃഷ്ടിച്ചവനാണ്. മനസ്സിലായവർ കാര്യങ്ങൾ സൂക്ഷിച്ചോട്ടെ. മൂലകം സൃഷ്ടിച്ച, പാതാളത്തെ ഭൂമിയെ സ്വർഗത്തെ സൃഷ്ടിച്ച, മൂലകം ചമച്ച രാജാവിന്റെ കണ്ണറിഞ്ഞപ്പോൾ സൂര്യൻ കരിപ്പടം പോലെ കറുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശു കർത്താവിനെ അവർ കല്ലറയിൽ അടക്കി. നമുക്കറിയാം, കള്ളന്മാരോട് കൂടെയാണ് ശിക്ഷ വന്നതെങ്കിലും, മരണം വന്നതെങ്കിലും അടക്കം വന്നത് ഉന്നതന്മാരോട് കൂടെയായിരുന്നു. അരബത്തെ യോസഫിന്റെ കല്ലറയിൽ യേശുവിനെ കൊണ്ടടക്കി. കൂറ്റൻ പാറ ഉരുട്ടി വെച്ചു, റോമകൾ മുദ്ര പതിപ്പിച്ചു, പടയാളികൾ പടവാളുമായി കാവൽ കാത്തു. എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവരും യേശുവിനെ വിട്ടുപോയി. ഒരു ശനിയാഴ്ച മഗ്ദലക്കാരി മറിയ, ശലോമ, ഹന്ന തുടങ്ങിയ ചില സ്ത്രീ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ശനിയാഴ്ച സുഗന്ധവർഗം വാങ്ങി. ശനിയാഴ്ച സുഗന്ധവർഗം വാങ്ങുമ്പോൾ ഒരു കാര്യം അവർക്ക് ഉറപ്പാണ്, കല്ലറയ്ക്കകത്താണ് യേശു. ശനിയാഴ്ച അവർ സുഗന്ധവർഗം വാങ്ങുകയാണ്. ശനിയാഴ്ച അവർ എന്ത് ചെയ്യുന്നു? ഹലോ, നമ്മളൊരു വീട്ടിൽ റീത്ത് മേടിക്കാൻ പോകുമ്പോൾ അയാൾ മരിച്ചെന്ന് ഉറപ്പാക്കിയെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? നീ കേട്ട പാതി കേട്ടാത്ത പാതി. ഒരു റീത്ത് വാങ്ങിയെന്ന് വിചാരിച്ചു, റീത്ത് കൊണ്ട് ചെല്ലുമ്പോ അച്ചായി അവിടെ ഉണ്ട്. അപ്പൊ ആ റീത്ത് പിന്നെ അവിടെ കൊണ്ട് വെക്കും. ചുമ്മാ തരാന്ന് പറഞ്ഞപ്പോ ഒരു ആ റീത്ത് എന്ത് ചെയ്യത്തില്ല, വാങ്ങത്തില്ല. അങ്ങനെയാണെങ്കിൽ ശവശരീരത്തെ പൂശാനുള്ള സുഗന്ധവർഗം ശനിയാഴ്ച വാങ്ങുമ്പോ കൂറ്റൻ പാറയ്ക്കകത്ത് കെട്ടപ്പെട്ട് കരചരണങ്ങൾ ബന്ധിച്ച് ശീലകൾ കൊണ്ട് ചുറ്റപ്പെട്ട് ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ച് പടയാളികൾ പടവാളുമായി കാവൽ കാക്കുന്നിടത്ത് ഈ കേവലം ബലഹീന സ്ത്രീ എന്ത് കണ്ടിട്ടാണ് അവർ സുഗന്ധവർഗം വാങ്ങിയത്? എന്തിന്റെ പ്രതീക്ഷയാണ് അവർ സുഗന്ധവർഗം വാങ്ങാൻ കാരണം? അവർ സുഗന്ധവർഗം വാങ്ങി അവർ പോകുന്ന വഴി ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റും. ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന ദൈവമക്കൾ പലരും പലവിധ ബന്ധനത്തിലായിരിക്കാം. ശാരീരിക, മാനസിക, സാമ്പത്തിക, ആത്മീയ മണ്ഡലങ്ങളിൽ അടയ്ക്കപ്പെട്ട ചില പ്രത്യേക വിഷയങ്ങളുണ്ടാകാം. തലമുറയുടെ ബന്ധത്തിൽ ചില വിഷയങ്ങളുണ്ടാകാം. ചില ശാരീരികമായ രോഗവിഷയങ്ങളുണ്ടാകാം. തുടങ്ങിയത് തുടരാനോ തുടരുന്നതിൻ്റെ അവസാനം കാണാനോ കഴിയാത്ത ആളുകളുണ്ടാകാം. എന്നൊരു കാര്യം ഞാൻ പറയാം, സുഗന്ധവർഗം വാങ്ങി ശരിയാണെങ്കിൽ നീ കാണാൻ പോകുന്നത് അടയ്ക്കപ്പെട്ട കവാടമല്ല, തുറക്കപ്പെട്ട കവാടമാ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 16:4 ഇങ്ങനെ വായിക്കുന്നു, അവർ നോക്കിയാറ് കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതും കല്ലിന്മേൽ ദൂതൻ ഇരിക്കുന്നതും കണ്ടു. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതും കല്ലിന്മേൽ ദൂതൻ ഇരിക്കുന്നത് കണ്ടു. എന്താ ഈ കല്ലിന്മേൽ ദൂതൻ ഇരിക്കാൻ കാരണം? ദേശത്ത് ഉരുട്ടുന്ന ചില ഉരുട്ടുപുള്ളികളുണ്ട്, ചില മന്ത്രവാദ ശക്തികൾ, ചില ആഭിചാര തലങ്ങൾ കൊണ്ട്, ചില ക്ഷേത്രബന്ധനങ്ങൾ കൊണ്ട് ഒക്കെ ഉരുട്ടുക. നന്മയ്ക്കെതിരെ, അഭിവൃദ്ധിക്കെതിരെ, ഉയർച്ചകൾക്കെതിരെ, വിടുതലിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ആരാധനയ്ക്കെതിരെ
അടയ്ക്കുന്ന ചില ആളുകളുണ്ട്. ഇത് മനസ്സിലാക്കിയ ദൂതൻ ആ കല്ല് ഉരുട്ടി മാറ്റിയിട്ട് വീണ്ടും കയറിയിരുന്നു. കാരണം ഇനിയും ജീവനുള്ള കാലം നിന്റെ വഴി തടയപ്പെടില്ല. ഇനി ജീവനുള്ള കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ ഇരിക്കുകയില്ല. വിശ്വസിക്കാനുള്ള ദൈവത്തെ സൂചാട്ടെ. ഹല്ലേലൂയ. അവർ കടന്നു ചെന്നു, കല്ലറ കണ്ടു, കല്ലറ വാതിൽ തുറന്നു. അവർ അകത്തേക്ക് ചെന്നപ്പോൾ ശീലകൾ ചുറ്റപ്പെട്ട് നിൽക്കുന്ന കാഴ്ച. ദൂതൻ ഇങ്ങനെ പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല. ആര്? യേശു ഇവിടെ ഇല്ല. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. യേശു ഇല്ലെന്ന് കേട്ടപ്പോ ചില ആളുകൾ തിരിച്ചുപോയി. ബഹുദൂര യാത്ര ചെയ്ത് ഇവിടെ വന്നവർ വിടുതലില്ല, യേശു ഇല്ല, നന്മയില്ല, സൗഖ്യമില്ലെന്ന് കേട്ടിട്ട് പോകാനാണ് വന്നത്. ഈ സ്ത്രീയുടെ കൂടെ വന്ന പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം മാറി. കൂടെ ഉണ്ടായിരുന്ന ശലോമയും ഹന്നയും മാറി. കേവലം ഒരു സ്ത്രീ മാത്രം കല്യാണവാതിൽക്കൽ ഇരിപ്പുള്ളപ്പോൾ കരയുകയും കരയുന്നതിനിടയിൽ തെരയുകയും ചെയ്യുകയാണ്. എന്തിനാ അവളോട് എല്ലാവരും പോയില്ലേ, നീ മാത്രം ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൾക്ക് പറയാനൊരു കാര്യമുണ്ട്. ലോകമെന്റെ ഭ്രാന്തി എന്ന് വിളിച്ചൊരു കാലമുണ്ട്. പാറിപ്പറന്ന മുടിയും കീറിപ്പറഞ്ഞ ഡ്രസ്സുമായി തെരിക്കോടുകളിൽ, തെരുവീതികൾ, അടുക്ക് ചാലുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അന്ന് ഇടയ്ക്ക് സുബോധം വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ മുഖം തിരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ എന്നെ വിട്ടുമറന്നിട്ടുണ്ട്. എൻ്റെ സ്നേഹിതർ എന്നെ വിട്ടുമറന്നിട്ടുണ്ട്. എൻ്റെ ഉടയവർ എന്നെ വിട്ടുമറന്നിട്ടുണ്ട്. അങ്ങനെ ലോകമെന്ന ഭ്രാന്തി എന്ന് വിളിച്ച് എന്നെ ആർക്കും വേണ്ട. വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഉച്ചവർക്കും ഉടയവർക്കും ആർക്കും വേണ്ടാത്ത ഒരു കാലം. അന്ന് മറിയേ എന്ന് ഓമനപ്പേർ ചൊല്ലി പട്ടണത്തിൽ വെച്ച് വിളിച്ച ഒരു യേശു ഉണ്ട്. ആ യേശുവിനോട് ചേർന്ന് അവളുടെ ജീവിതം മുൻപോട്ട് നയിച്ചു. ആ യേശുവിനെ കാണാനാണ് വന്നത്. ഇന്ന് പകലിൽ ഞാൻ ഈ സന്ദേശം നിർത്തുകയാണ്. നാം എന്തിനാണ് വന്നത്? അവളോട് ചോദിച്ചാൽ അവൾ പറയും, ഞാൻ കല്ല് കാണാൻ വന്നതല്ല, കല്ലറ കാണാൻ വന്നതല്ല, ദൂതനെ കാണാൻ വന്നതല്ല, ദൂത് കേൾക്കാൻ വന്നതല്ല, പടയാളെ കാണാൻ വന്നതല്ല, പടവാളി കാണാൻ വന്നതല്ല, തോട്ടം കാണാൻ വന്നതല്ല, തോട്ടക്കാരനെ കാണാൻ വന്നതല്ല. ഈ മുറ്റത്ത് ക്ലാസ്സിലെ നീ എന്തിനാ വന്നത്? കല്ല് കാണാനാണോ, കല്ലറ കാണാനാണോ, ദൂതനെ കാണാനാണോ, ദൂത് കേൾക്കാനാണോ, പടയാളിയെ കാണാനാണോ, പടവാളി കാണാനാണോ? അവൾ പറയുകയാണ്, എനിക്ക് വേണ്ടത് എന്റെ റബൂനിയെ കാണണം, എന്റെ മശിഹിയെ കാണണം, എന്റെ രാജാതിരാജാവിനെ എനിക്ക് കാണണം, അവന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. തോട്ടക്കാരെന്നുള്ളതിന് പ്രത്യക്ഷപ്പെട്ട് മാറുമെന്ന് വിചാരിച്ചവൾ മാറാതിരുന്നപ്പോഴേശു പണ്ട് വിളിച്ച വിളി ഒന്നുകൂടെ ആവർത്തിച്ചു. മറിയേ എന്നുള്ള ഓമന പേർ ചൊല്ലി വിളിച്ചപ്പോൾ അവൾ കുതിച്ചെഴുന്നേറ്റ് നടന്ന് തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ച് ചുടിചുട ചുംബനമൊക്കെ കൊടുക്കാം. ഓടിയെടുത്തപ്പോഴേശു പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ എത്തിയിട്ടില്ല, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ട് തിരിച്ചു വരും. ശ്രദ്ധിച്ചു, യേശുവിന്റെ ഉയർപ്പ് യഹൂദന്മാരുടെ രാജാവ് മരിച്ചതായിട്ടാണ് ലോകം പറഞ്ഞത്. എന്നാൽ മറിയയ്ക്ക് മാത്രം അറിയാവുന്ന, ലക്ഷരിക്കാൻ കഴിയാത്ത പ്രത്യക്ഷമായ ഒരു വെളിപ്പാട്, എൻ്റെ യേശു ജീവിച്ചിരിക്കുന്നു. ആ വെളിപ്പാടിൽ വെച്ചവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും പറയുന്നു അവൻ മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും തീർന്നു എന്നാണ്. എന്നാൽ വെളിപ്പാടിൽ വെച്ചോൾ പറയുകയാണ്, ഇല്ല, മരിച്ചവനെ ഞാൻ കണ്ടു ഉയർപ്പിന്റെ ശക്തിയോടുകൂടി. എന്താ സംഭവിച്ചത്? 40ഓളം ദിവസം 500ഓളം പേർക്ക് പ്രത്യക്ഷനായി യേശു കർത്താവ് ഭൂമിയിൽ ശിശുമാരോട് കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം എല്ലാവരും കണ്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് യേശു കർത്താവിന്റെ മറ്റൊരു ദൂതൻ വിളിച്ചു പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ പോകുന്നതായി കാണുന്നത് പോലെ അവൻ വീണ്ടും വരും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ പാദം മെല്ലെ പൊങ്ങി, ആ പാദം മെല്ലെ മെല്ലെ ഉയർന്നു. ആ മേഘത്തിൽ യേശു മറയുവാനിടയായി. ഹല്ലേലൂയ. പ്രിയദേവനെ, അന്ന് മുതൽ അവർ മണവാളിന് വേണ്ടി കാത്തിരിപ്പാണ്, പ്രിയന് വേണ്ടി കാത്തിരിപ്പാണ്. ദൈവത്തിനെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, യേശു കർത്താവ് തന്റെ ജനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. ഞാൻ പോകുന്നതിന് പ്രയോജനം, ഞാൻ പോകാൻ കാര്യം വരികയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോകുകയാണ്. ഭവനമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വന്ന് ചേർക്കും എന്ന് യേശു കർത്താവ് പറഞ്ഞു. യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ കാന്തയെ ചേർപ്പാൻ സ്തോത്രം.
യേശു കർത്താവ് വേഗം വരും എന്നുള്ളതാണ് ക്രിസ്തീയ പ്രത്യാശ. ആ പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് ഭൂമിയിൽ വന്നത് ആദ്യമേ പാപയാഗ കുഞ്ഞാടായിട്ടാണ്. ഇനിയും യേശു കർത്താവ് രഹസ്യ വരവ് ചോരയാൽ വീണെടുത്ത തന്റെ കാന്തയെ ചേർപ്പാനാണ്. അത് വരുന്നത് മേഘമണ്ഡലത്തിലാണ്. മഹത്വ പ്രത്യക്ഷത എന്നാണ് പറയുന്നത്. കർത്താവ് തന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ജീവനോട് ശക്തി രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ മണവാളനോടുകൂടെ മണവാട്ടി 7 വർഷം മഹത്വ മണ്ഡലങ്ങളിൽ വാഴും. 7 വർഷം വാണ ശേഷം വീണ്ടും ഭൂമിയിലേക്ക് 1000 വർഷം വാഴും. 1000 വർഷം വാണ ശേഷം സഭ പാളക്രമത്തോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. വീണ്ടും ഈ ഭൂമി തീക്കായി ഇട്ടുകൊടുക്കും. ഈ ഭൂമി മൂലപദാർത്ഥങ്ങൾ ബന്ധൊഴിയും. ബൈബിൾ പറയുന്ന പ്രവചനം നിറവേറും. ഭൂമി മറാക്കി പറയുന്ന പ്രവചനം ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അങ്ങനെ ഈ ഭൂമി കത്തും. എത്ര നാൾ ഈ ഭൂമി പാഴിശൂന്യമായി വെള്ളത്തിൽ കിടന്നു, അത്രയും വർഷം, അത്രയും മാസം, അത്രയും മണിക്കൂർ, അത്രയും മിനിറ്റ് തീക്കകത്ത് ഈ ഭൂമി കിടക്കും. കീഴെല്ലാം മാറി തനിത്തങ്കമായി ഭൂമി പുറത്തു വരും. ശേഷം യേശു കർത്താവ് ഒരു മലയിലേക്ക് വരും. എത്ര മനസ്സിലാവുന്നുണ്ട്? രണ്ടാമത് ഒലിമലേക്ക് വരും. വീണ്ടും യേശു കർത്താവ് പാളക്രമത്തോടുകൂടെ യെരൂശലേമിലേക്ക് ഇറങ്ങി വരും. അന്ന് യെരൂശലേം രാജധാനിയും സിയോൻ ഹെഡ്ക്വാർട്ടേഴ്സും ഇന്ന് കാണുന്ന വൻകിട ലോകരാഷ്ട്രങ്ങളൊക്കെ അന്ന് ദൈവാധിപത്യമുള്ള പുറംജാതി കോളനി ആയിരിക്കും. നാം രാജ്ഞിയായി ഓഫിന്റെ തങ്കമണിഞ്ഞ് ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസൻ നമ്മെ അവർ കൊണ്ടുവരും. നാം അവനെ രാജ്ഞിയാകും. എത്ര പേർക്ക് ആ സന്തോഷമുണ്ട്! കയറി കിടക്കാൻ വീടും മാറി ഉടുക്കാൻ വസ്ത്രവും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ജീവിതം ഹോമിച്ച അനവധി പിതാക്കന്മാർ വിശ്വാസ പോർക്കളത്തിൽ ആയുധം വെച്ച് കർത്താവിൽ ചേർക്കപ്പെടുവാനിടയായി. ഇന്ന് ചില നന്മകൾ നൽകി. നല്ല വീടുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. മറന്നു പോകരുത്, ഈ വീടും നേടിയതുമൊക്കെ വിട്ട് പെട്ടെന്ന് പോകേണ്ടി വരും. നിത്യത, ഇറ്റേണിറ്റി, നിത്യരാജ്യം, ദൈവരാജ്യം, അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അധികം താമസമില്ല, നാം ഒരു രാജ്ഞിയായി മാറും. അന്ന് യേശു കർത്താവ് രാജാവായി വരും എന്ന് വായിക്കുന്നു. രാജാതിരാജാവായി യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വരും. അന്ന് നാം രാജ്ഞിയായിരിക്കും. നാം വരുന്നത് യെരൂശലേമിലായിരിക്കും. നമ്മുടെ രാജധാനി യെരൂശലേമായി ആയിരിക്കും. അതിന് ഹെഡ്ക്വാർട്ടേഴ്സ് സിയോനായിരിക്കും. ഇന്ന് കാണുന്ന വൻകിട ലോകരാഷ്ട്രങ്ങളൊക്കെ അന്ന് ദൈവാധിപത്യമുള്ള പുറംജാതി കോളനി ആയിരിക്കും. അന്നും വലിയ ബദാർ കാണും. വലിയ ബദാറിൽ കുറച്ചാളുകളും അന്നും കാണും ജാതികളായിട്ടുള്ള ആൾ. എന്നാൽ യേശുവിനോടുകൂടെ രാജ്ഞിയായി അവന്റെ മാർവോട് ചേർന്ന് അവന്റെ മാർവിലണഞ്ഞ് സന്തത സഹചാരിയായി നിത്യയുഗം വാഴും. കാലങ്ങൾ കുറെ കഴിയുമ്പോൾ ഈ രാജ്യത്വം പിതാവിനായി വെച്ചൊഴിയും. അതിന് മഹാസ്ഥാനത്യാഗമെന്നാണ് പറയുന്നത്. സകല അധികാരത്തിനും വാഴ്ചകൾക്കും നീക്കം വന്നിട്ട് ഈ രാജ്യം പിതാവിലേക്ക് വെച്ചൊഴിയും. അന്തമില്ലാത്ത, അറുതിയില്ലാത്ത, അയനമില്ലാത്ത നിത്യതയുടെ ചുരുളുകളിൽ നാം മാറും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമ്മുടെ ജീവിതം ക്ഷണികമാണ്. കുറച്ച് നാളുകൾ മാത്രം ജീവിച്ച് മരിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് മുന്നിൽ നമ്മുടെ ജീവിതത്തിൽ ഇറ്റേണിറ്റി മറന്നു പോകരുത്. നിത്യതയെ കുറിച്ച് മറന്നു പോകരുത്. ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കും? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? രാജാതിരാജാവ് വേഗം വരാറായി. നമ്മുടെ രാജാവ് നമ്മെ ചേർക്കുവാൻ വേഗം വരാറായി. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? മണവാളനായിട്ടാണ് ഇപ്പോൾ യേശു വരാൻ പോകുന്നത്. ശേഷം വരുന്നത് രാജാവാണ്. അന്ന് നാം രാജ്ഞിയായിരിക്കും.